പ്രിയമുള്ള തേനീച്ച കർഷകരെ, തേനീച്ച കർഷകരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കുളവി ശല്യം. കുളവി വന്നു കഴിഞ്ഞാൽ കൂട് മുഴുവൻ നശിപ്പിക്കും. അതുണ്ടാക്കുന്ന ഒരു കെണിയാണിതെന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. കെണി കണ്ടോ? സാധാരണ ഒരു വാട്ടർ ബോട്ടിൽ 2 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് നമ്മളൊരു ഒരു നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് കണ്ടോ, ഈ 15 രൂപയുടെ കത്തി കൊണ്ടുണ്ട്. ഈ അത് വെച്ച് കണ്ടോ, അത് വെച്ച് നമ്മൾ മുറിച്ചിട്ട് നേരെ തിരിച്ചങ്ങോട്ട് വെക്കുന്നു. അത് കമഴ്ത്തി അതിൻ്റെ അടപ്പ് താവോട്ട് രീതിയിൽ കമഴ്ത്തി വെക്കുന്നു. കണ്ടോ? അങ്ങനെ വെച്ച ശേഷം ഇനി അടുത്ത പണി എന്തെന്ന് പറയാം, നോക്കിക്കോണം. അത് ഇച്ചിരി പഴകിയ തേന്, പുളിച്ച തേനാനും കുഴപ്പമില്ല, പഴകിയ തേന് ആ അടപ്പിലേക്ക് ഒഴിക്കുന്നു. അടപ്പ് തിരിച്ച് മടക്കി വെച്ച് നമ്മൾ നേരെ മടക്കി വെച്ചിരിക്കുന്നതാണല്ലോ, നേരെ തിരിച്ച്. അപ്പോൾ അതിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഗ്രന്ഥം കേട്ട് അറിഞ്ഞ് ഈ കുളവികളെല്ലാം കൂട്ടത്തോടെ വരും. അത് ചുറ്റും അങ്ങ് ഒഴുകി അതിലോട്ട്. ഇതിൻ്റെ അടിയിലോട്ട് ഏറ്റവും നല്ലത് തേനാണ് നല്ലത്. ഈ കുളവികളെ ആകർഷിക്കാൻ നല്ലത്. പഴയ തേൻ ഇരിക്കുന്നുണ്ടല്ലോ, അത് അങ്ങ് ഒഴിക്കുക. കണ്ടു, ഒഴിച്ച ശേഷം കണ്ടോ, നമ്മുടെ അതിൽ കണ്ടോ അടപ്പിൻ്റെ ആ വശത്തോട്ട് ശകലം ഒഴിക്കുക. ശകലം ആ അടപ്പിൻ്റെ ചുറ്റും ഒന്ന് ഒഴിക്കുക. ഈ കുളവികൾക്ക് നല്ല മണവും ഗ്രന്ഥവും അറിയാൻ വേണ്ടി അതിന് ചുറ്റും ഒന്ന് ശകലം ഒന്ന് ഒഴിച്ചു വെക്കുക. അതായിട്ട് തന്നെ പൊക്കോളും. കണ്ടോ? ഇങ്ങനെ മുറുക്കി അങ്ങ് അടക്കി. അത്രയും പരിപാടിയേ ഉള്ളൂ. സിമ്പിൾ കേസുകളും. താഴോട്ട് ഈ കുളവികൾ ഇറങ്ങി വരും. എന്നിട്ട് ഇറങ്ങിയിട്ട് ഇവിടം വരെ കായ കൊണ്ട് കാണിക്കുന്ന അവിടം വരെ വരുള്ളൂ. എന്നിട്ട് അവൻ താഴോട്ട് ഇറങ്ങി ചാടിപ്പോവും. ഇത് കയറുക ഇറങ്ങുക അങ്ങനെ അവിടെ കിടക്കും. മുകളിലോട്ട് പോകത്തില്ല. ഇഷ്ടംപോലെ വന്ന് ചാടും, കൂട്ടത്തോടെ വന്ന് ചാടും. ഇങ്ങനെ നമ്മുടെ എപ്പിയറിൻ്റെ പല ഭാഗങ്ങളായിട്ട് വെക്കുക. ഇങ്ങനെ കയറുക ഇറങ്ങി അവസാനം അവന് അന്ത്യവിധി അവിടെ തന്നെ ആകും കേട്ടോ. നമ്മളത് ഇതുപോലെ കെണികൾ വെച്ചാൽ അതുകൊണ്ട് കെണി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഇതൊരു ഓണത്തോടനുബന്ധിച്ചുള്ള മരം കയറ്റ മത്സരമാണ്. മരം കയറി അവിടെ തന്നെ ചാകുകയാണ് ചെയ്യുന്നത്. അവിടെ തന്നെ ചത്തുപോവുകയാണ്. നമ്മളൊന്നും ചെയ്യണ്ട.